പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ധ്യാന യോഗങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വിഷയങ്ങളാണ്. അനേക സന്ദർഭങ്ങളിൽ അനേക ദൈവദാസന്മാരിലൂടെ വായിച്ച് കേൾക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ തന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച് ആരംഭിച്ചത്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. കഷ്ടതകളേറിയ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം തന്റെ ഭക്തന്മാരെ കാണുകയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് അവരെയും അവരുടെ കുടുംബത്തിന്റെയും അവരുടെ തലമുറകളുടെയും ലക്ഷ്യം പ്രാപ്തിക്ക് വേണ്ടി ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഗിദെയോൻ. ഒരു വിശ്വാസിയുടെ മുഖം എങ്ങനെയായിരിക്കണം? ഒരു ദൈവദാസന്റെ മുഖം എങ്ങനെയായിരിക്കണം? എപ്രകാരമാണ് പ്രാർത്ഥനാ ജീവിതത്തിന്റെ സയനം വഴികളിലൂടെ നടക്കുമ്പോൾ ആത്മീയമായ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദിവസങ്ങളിൽ ചിന്തിച്ചത് കയ്യിന്റെ മുഖം വാടി. ആരാധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മുഖം വാടിയതായിട്ട് കണ്ടു. നെഹമ്യാവിന്റെ മുഖം വാടി. നിന്റെ മുഖം വാടുന്നത് എന്ത്? എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? എന്റെ കുടുംബത്തിന്റെ ശോചനീയമായിരിക്കുന്ന അവസ്ഥകളിലും ഇടിഞ്ഞുകിടക്കുന്ന മതിലുകളെയും തകർന്നുപോയ മതിലുകളെയും ഓടാമ്പലുകളെയും കതകുകളെയും അതൊരു ശവപ്പറമ്പായി മാറി, ശോകമായ അവസ്ഥകളായി മാറി, അവിടെ വെണ്ണീറായി ചാരമായി കിടക്കുന്നൊരവസ്ഥ ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അന്ന് കേട്ട അന്ന് മുതൽ എൻ്റെ മുഖം വാടാൻ തുടങ്ങി. എനിക്കൊരു സന്തോഷമില്ല, പ്രസന്നതയില്ല, ആനന്ദമില്ല, ഉല്ലാസമില്ല. ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ അലട്ടി ഞാൻ പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഞാൻ ആയിരിക്കുന്നു എന്ന് നെഹമ്യാവ് പറയുകയാണ്. ദൈവദാസനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമായതൊക്കെയും ഞാൻ നിനക്ക് നൽകാം. അത് പുതുക്കി പണിയാനും പുനരുദ്ധാരണത്തിന് ആവശ്യമായ വഴികളെ ഞാൻ നിനക്കായി ഒരുക്കി തരാം. അങ്ങനെ നെഹമ്യാവിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അവിടെ കടന്നു വന്നു. അതിന് കാരണം ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും വേദനകളുമായിരുന്നു. അതിന് നിദാനമായിരിക്കുന്ന ഒരു വിടുതല പ്രാപിക്കുവാനിടയായി തീർന്നു. മറ്റൊന്ന് വാടാത്ത മുഖമാണ്. നമ്മൾ വായിക്കുന്നത് ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഹന്ന സങ്കടത്തോടും വേദനയോടും വ്യഥയോടും കൂടെ ദേവാലയത്തിൽ കടന്നു ചെന്ന് താൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അതീവ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടിൽ. എൻ്റെ വീട്ടിലുള്ളവരും എന്നോടൊപ്പം നിൽക്കുന്ന പെരീര മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന വേദനകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. നല്ല വസ്ത്രം ധരിച്ചു പോകാനോ നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല സന്തോഷം അനുഭവിക്കുവാനോ കഴിയാത്ത വിധത്തിലുള്ള മനോഭാരങ്ങൾ എന്നെ അലട്ടുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന മാറ്റം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. തീരുമാനമെടുത്തു. ഒരു നല്ല സമർപ്പണം അവിടെ നടത്തി. ആ സമർപ്പണം ദൈവം കേട്ടു. എലി പുരോഹിതൻ അടുക്കൽ വന്ന് അവളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സന്ദേശങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, യഹോവ നിന്റെ പ്രാർത്ഥന കേട്ടു മകളെ, നീ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൾ ദേവാലയം വിട്ട് പോകുമ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല.
വാടാത്ത മുഖം. ഒരു വിശ്വാസിയുടെ മുഖം ഇങ്ങനെ ആയിരിക്കണം, വാടാത്ത മുഖമായിരിക്കണം. പ്രസന്നതകൾ കൊണ്ടും സന്തോഷം കൊണ്ടും വളരെ സൗന്ദര്യബോധത്തോടുകൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം മുഖം വാടിയില്ല. ഇന്ന് പലരെയും കാണുന്നത് പ്രാർത്ഥന കഴിഞ്ഞാലും മുഖം തെളിയത്തില്ല, ഒരു സന്തോഷമില്ല, ആ മുഖത്ത് യാതൊരു പ്രസന്നതയുമില്ല. വാടാത്ത മുഖമായവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഒരു വർഷത്തിന് ശേഷം ആ പ്രതിഫലവുമായി കടന്നു വന്നു. അടുത്തതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. സൗന്ദര്യമുള്ള മുഖം. ഇന്നത്തെ വിഷയം അതാണ്, സൗന്ദര്യമുള്ള മുഖം. ഈ ആഹാരം കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കുമോ? ഇന്ന് മുഖ സൗന്ദര്യത്തിന് വേണ്ട വസ്തുക്കളൊക്കെയും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിനുള്ളതായിരിക്കുന്ന ബ്യൂട്ടി പാർലറുകളുണ്ട്, അതിനുള്ളതായിരിക്കുന്ന ക്രീമുകളുണ്ട്, അതിനുള്ളതായിരിക്കുന്ന മറ്റു മെത്തേഡുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. എന്നാൽ ഈ 3 ചെറുപ്പക്കാർ സൗന്ദര്യത്തിന് വേണ്ടി ഒരു ലേപം ഉപയോഗിച്ചിട്ടില്ല, അവരെണ്ണ ഉപയോഗിച്ചിട്ടില്ല, അവരൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അവരൊരു ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. അവരുടെ മുഖം സൗന്ദര്യത്തിനായി. ആ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവിടെ അന്യദേശത്ത് വന്ന് താമസിക്കുന്നു എങ്കിലും ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവരെ യഹോവയിൽ ആശ്രയിക്കുന്നവരും ഭക്തന്മാരും, അവരേത് സ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും അവർ ദൈവമായിട്ടുള്ള മേധ്യമായിരിക്കുന്ന ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ അവർ എപ്പോഴും ഓർത്തിരുന്നു. തളരാതെയും വീഴാതെയും അവരുടേതായിരിക്കുന്ന വിശ്വാസം കാത്ത് പരിപാലിച്ചവരാണ്. 3 ചെറുപ്പക്കാർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അവർ ആ തീയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്, ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ്. ദാനിയേലിനെതിരെ ആരോപണം വന്നപ്പോൾ ആ ദാനിയേല് ഉറച്ചു നിന്നിട്ട് പറഞ്ഞത്, എന്റെ ദൈവം എന്നെ വിടിവിക്കുക തന്നെ ചെയ്യും. ഏത് രാജ്യത്തായിരുന്നാലും പ്രവാസ ജീവിതത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ 3 ചെറുപ്പക്കാർ രാജാവിനോട് പറയുകയാണ്, നിങ്ങളുടേതായിരിക്കുന്ന മക്കൾക്ക് രാജകീയ ഭക്ഷണം കൊടുക്കൂ, രാജകീയമായിരിക്കുന്ന ഫുഡ് കൊടുക്കൂ, അവർക്ക് വേണ്ട പാനീയങ്ങൾ കൊടുക്കൂ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ആനന്ദത്തിന് വേണ്ടി, വാദ്യഘോഷങ്ങൾക്ക് വേണ്ടി, നൃത്തങ്ങൾ, അങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വർദ്ധിക്കുവാനായിട്ട് കഴിയുന്നുവോ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞങ്ങൾ ശാഖപദാർത്ഥം കഴിച്ച് 10 ദിവസം ഞങ്ങൾ ഇരിക്കുക. ഈ 10 ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 10 ദിവസം ഇരിക്കുകയാണ്. രാജാവുമായിട്ടൊരു ബെറ്റ് വെച്ചിരിക്കുക, രാജാവുമായിട്ടൊരു ധാരണയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ 10 ദിവസം രാജഭക്ഷണം കൊടുത്ത് തന്റെ മക്കളെയും 10 ദിവസം ഈ 3 ചെറുപ്പക്കാർ ശാഖപദാർത്ഥം കഴിച്ച് പരിപ്പും വെള്ളവും കഴിച്ച് 10 ദിവസം അവർ കാത്തിരുന്നു. 10-ാം ദിവസം രാജകൊട്ടാരത്തിൽ എല്ലാവരും ഒരുമിച്ച് കടന്നു വന്നപ്പോൾ രാജാവിന്റെ മക്കളുടെ മുഖത്തേക്കാൾ ഈ 3 ചെറുപ്പക്കാരുടെ മുഖം സൗന്ദര്യമുഖം എന്ന് കണ്ടു, അഴകുള്ള മുഖം എന്ന് കണ്ടു, ശോഭയുള്ള മുഖം എന്ന് കണ്ടു. എന്താണ് ഈ ഭക്ഷണത്തിന്റെ രഹസ്യം? അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് അവരുടെ മുഖം സൗന്ദര്യ ശോഭയായി മാറുവാൻ ഇടയായിത്തീരും. ഇന്ന് നാം കഷ്ടതയിലായിരിക്കുന്നു എങ്കിൽ, പ്രയാസത്തിലായിരിക്കുന്നു എങ്കിൽ, നമ്മുടെ മുഖം ഇരുളിന്റെ മുഖമായിരിക്കാം, ശരീരം ഇരുണ്ടതായിരിക്കാം, ജോലി ചെയ്ത് ക്ഷീണിച്ചതായിരിക്കാം, ചുക്കിച്ചുളിഞ്ഞ ശരീരങ്ങളായിരിക്കാം. വളരെ ക്ഷീണിതയാണെങ്കിലും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മധ്യാകാശവാനിൽ മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട തേജസ്സോടുകൂടെ പ്രിയന്റെ മുഖമെന്ന് കാണുന്ന ഒരു ദിവസം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് നാം കഷ്ടതയുടെയും വേദനയുടെയും ദുഃഖത്തിന്റെയും ഈ നടുവിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിരാശ വേണ്ട, ഭാരങ്ങൾ വേണ്ട, പ്രയാസങ്ങൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട. ഈ വലിയൊരു പ്രത്യാശയുണ്ട്. സൗന്ദര്യമുള്ള മുഖമായി മാറി ഒരു വിശ്വാസിയുടെ മുഖം അങ്ങനെ ആയിരിക്കണം. ഒരു സഹോദരന്റെ മുഖമായിരിക്കണം, സഹോദരിയുടെ മുഖം അങ്ങനെ ആയിരിക്കണം. വാടിയ മുഖമല്ല, സൗന്ദര്യമുള്ള മുഖം, സൗന്ദര്യം
വർധനവിനുള്ള പേഴ്സിൽ ചെയ്തിട്ടല്ല, മറ്റ് ക്രീമുകൾ ഉപയോഗിച്ചിട്ടല്ല. ഇവിടെ ശാഖപദാർത്ഥം മാത്രം കഴിച്ചുകൊണ്ട്, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായ രാജപുത്രന്മാരെക്കാൾ സൗന്ദര്യമായിട്ട് കാണാൻ ഇടയായിത്തീർന്നു. കാരണം ആ സൗന്ദര്യം എന്താണ്? ഉള്ളിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ആ മുഖശോഭ വർദ്ധിച്ചത് എവിടെയാണ്? അവരുടെ മുഖം മിന്നിത്തിളങ്ങാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുന്തോറും നിങ്ങളുടെ മുഖത്തിന് സൗന്ദര്യവും ആരോഗ്യവും പ്രത്യാശയും വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ഈ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വടത്ത മുഖത്തിന്റെ അവകാശികളായി, പ്രകാശയും വരുത്തുന്നവരായി, പ്രസന്നതയോടുകൂടെ ഈ പ്രത്യാശയിൽ ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ദിവസം നമ്മൾ ചിന്തിക്കുന്ന ദൈവദൂതന്റെ മുഖമാണ്. വിളറിയ മുഖമാണ്, മൂടുപടയിട്ട മുഖമാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി വചനം കേട്ട പ്രിയപ്പെട്ടവർ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവരുണ്ട്, കിടപ്പ് രോഗിയുണ്ട്, ഇരിപ്പ് രോഗി, നിൽപ്പ് രോഗി, അനേക പ്രിയപ്പെട്ടവർ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കണം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായി താമസിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, നടത്തിയല്ലോ, കരുതിയല്ലോ. എല്ലാ നന്മകൾക്കായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.